എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് മരുന്ന് ഗുളിക അച്ഛന് BP ഷുഗറും ഉണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു. ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നത്. അല്ല, അത് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പരലോകത്ത് പോയാൽ ചിലപ്പോൾ പ്രഷറൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ മെഡിസിനൊന്നും വാങ്ങാൻ ഇപ്പം ഓടാനൊന്നും പറ്റില്ല. പിന്നെ കഞ്ഞി കുടിച്ചാലും തെറ്റില്ല. കാരണം അവിടെ പോയാൽ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ടും തിരിഞ്ഞോടല്ലേ. മകൻ പറഞ്ഞതിൽ ഒരു തെറ്റില്ല. അത് അച്ഛൻ ചെയ്താണ് ശരി. അച്ഛന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഇപ്പോൾ ഉണ്ടായിരുന്നു. അച്ഛന് ഈ ഷുഗറിൻ്റെ BP പ്രശ്നങ്ങളുണ്ടായിരുന്നു. അച്ഛന് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് പറയണം. എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അച്ഛൻ രക്ഷപ്പെട്ടതാ. മകൻ ആ ജാതി മൂത്ത ഭ്രാന്താ. സമാധിയായി 11:30 ശേഷം ഞാൻ അമ്മയും എൻ്റെ വൈഫിനെയും കൊണ്ടുവന്ന് തൊഴിപ്പിച്ചിട്ട് ഉടങ്ങോരോ അങ്ങ് പറഞ്ഞു വിട്ട്. അവർ വന്നപ്പോൾ ജീവൻ അവർ കണ്ടു. ഇല്ല. അപ്പൊ സമാധിയായി അച്ഛൻ. കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മിക്കവാറും അൺബോക്സിങ് ചെയ്യേണ്ട കേട്ടോ. ഇനി വല്ല കൊന്നതാണവൻ. നമ്മൾ രണ്ട് മാത്രമാണ്, ഞാനും എൻ്റെ ചേട്ടനും. അപ്പൊ ചേട്ടന് മോശമല്ലല്ലോ. ആദ്യമായിട്ടാണ് ഗുളിക കഴിച്ചിട്ട് സമാധിയായിട്ട് പോകുന്ന ഒരാളെ കാണുന്നത്. മകൻ കൊള്ളാം. വേദന എടുക്കുന്നുണ്ടായിരുന്നോ? ആക്ക് ഇല്ല. അച്ഛൻ സ്വന്തമായിട്ട് തന്റെ പ്രാണായാമം, അതായത് ഈ ഓരോ ചക്രങ്ങളും. മരിക്കാൻ പോയ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ നോക്കി നിന്ന മകൻ, 2 മക്കളുണ്ട് കേട്ടോ. എന്തുവാടെ ഇതൊക്കെ? അന്ധവിശ്വാസം കൊണ്ട് പ്രാന്താവുന്നുള്ളത് ഇതാണ്. പക്ഷെ ഇതില് വലിയൊരു മണക്കുണ്ട്. അൺബോക്സ് ചെയ്യണ്ടത്.